ജീവൻ രേഖയിലേക്ക് സ്വാഗതം. ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാവുന്ന ബലക്ഷയം, ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾക്ക് അറിയാറില്ല. അറിയാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വേൾഡ് ഓസ്റ്റിയോപൊറോസിസ് ഡേയിൽ ഓസ്റ്റിയോപൊറോസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. നമുക്ക് ഡോക്ടർ പ്രതാപ് കുമാറിനോട് ചോദിച്ചറിയാം. ഡോക്ടർ പ്രതാപ് കുമാർ സൺറൈസ് ഹോസ്പിറ്റലിലെ ചീഫ് ഓർത്തോപെഡിക് അപ്പർ ലിം സർജനാണ്. ഡോക്ടർ, വെൽക്കം ടു ദ പ്രോഗ്രാം. വെൽക്കം, താങ്ക്സ്. അപ്പം ഈ ഒക്ടോബർ 20 വേൾഡ് ഓസ്റ്റിയോപൊറോസിസ് ഡേ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇപ്രാവശ്യം എന്താണ് ഈ ഒരു ഓസ്റ്റിയോപൊറോസിസ് ഡേയുടെ ഒരു പ്രത്യേകത? നമ്മൾ 1996 മുതൽ ലോകാരോഗ്യ സംഘടന ഈ വർദ്ധിച്ചു വരുന്ന ഓസ്റ്റിയോപൊറോസിസ് പ്രോബ്ലത്തിനെ കുറിച്ച് പൊതുജനങ്ങളെ അവെയറാക്കാൻ വേണ്ടി എല്ലാ വർഷവും ഒക്ടോബർ 20 വേൾഡ് ഓസ്റ്റിയോപൊറോസിസ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. ഇപ്രാവശ്യം ഓരോ പ്രാവശ്യവും ഒരു തീം ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മൾ തീം എന്ന് പറഞ്ഞാൽ വൺ സ്റ്റോപ്പ്, മേക്ക് യുവർ ഫസ്റ്റ് ബ്രേക്ക് ലാസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ തീം ഇപ്രാവശ്യത്തെ. അതായത് ഒരു പ്രാവശ്യം ഈ ഓസ്റ്റിയോപൊറോസിസ് വെച്ച് ഉള്ള ഒരു ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു ഫ്രാക്ചർ ഉണ്ടാകുന്നതിനെ തടയുക. കൂടുതൽ ടെസ്റ്റുകൾ നടത്തി അത് ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പിന്നീടൊരു രണ്ടാമത്തെ ഫ്രാക്ചറിനെ തടയുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ലക്ഷ്യം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു തീമിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു തീം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ചർ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതായിരിക്കും. എപ്പോഴും അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ പലപ്പോഴും നമുക്ക് അത് ആദ്യം ഒരു ഓസ്റ്റിയോപൊറോസിസ് കണ്ടുപിടിക്കാനുള്ള ഒരു വിഷമമുണ്ട്. അതായത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രായപരിധിയിൽ കൂടുതലുള്ള ഏകദേശം 50 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും സ്ക്രീൻ ചെയ്യുക എന്നുള്ളതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാനൊക്കാത്തത്. പലപ്പോഴും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ OP തന്നെ ഇരിക്കുമ്പം മിക്കപ്പോഴും ഞങ്ങൾക്ക് ഗൈനക് പേഷ്യൻസിലാണല്ലോ കൂടുതലായിട്ടും ഇത് സ്ത്രീകളിലാണല്ലോ കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ അവരോട് ഈ ഓസ്റ്റിയോപൊറോസിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ പലർക്കും അതിനെക്കുറിച്ചൊരു പറഞ്ഞാലും അത്ര ഒരു സീരിയസ്നെസ് തോന്നാറില്ല. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാവുന്ന ബലക്ഷയം എന്ന് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ഇങ്ങനെ ഒരു തീമും ഇങ്ങനെ ഒരു ദിവസം എല്ലാ വർഷവും ആചരിക്കണം എന്ന് തന്നെ പറഞ്ഞു കൊണ്ടുവരുന്നത്. കാരണം ഇത് ഒരു മറ്റുള്ള അസുഖങ്ങളുടെ കൂട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല. ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനൊക്കുന്ന ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെ പറയാം. അതായത് സൗമ്യനായ ഒരു കൊലയാളി. ഇത് വന്ന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി ഇത് മരണത്തിലേക്ക് നീങ്ങുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ അതുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ അറിയാനൊക്കെ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ കാരണം ഒരു 50 വയസ്സ് വരെ, അതായത് ആർത്തവ വിരാമം ഉണ്ടാകുന്നത് വരെ സ്ത്രീകൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു പരിധി വരെ ഈസ്ട്രജൻ എന്ന ഹോർമോൺ കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അതേ കാരണം കൊണ്ട് തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ കൊണ്ടും ഒരു ഏകദേശം 70 വയസ്സ് വരെ പ്രൊട്ടക്റ്റഡ് ആണ്. 70 വയസ്സിന് ശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത ഒരുപോലെയാണ്. ശരിക്കും ഈ ഓസ്റ്റിയോപൊറോസിസിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇപ്പോൾ 50 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞ് ഡോക്ടർ സ്ത്രീകൾക്ക് വരാൻ സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ അതിന് എന്ത് പ്രോസസ്സാണ് ഈ ബോൺസിൽ നടക്കുന്നത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ് ആൾക്കാരോട് പറയുന്നത് സാധാരണ ചോദിക്കുന്നതാണ്, ഇത് തേയ്മാനമാണോ എന്ന്. ഇത് എല്ലിൻ്റെ തേയ്മാനമല്ല, അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ വേറൊരു വിഭാഗം അസുഖങ്ങളാണ്. ഇത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലിന് ബലക്ഷയം ഉണ്ടാകുന്നതാണ്. ഒരു എല്ലിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു പ്രോട്ടീൻ ഭാഗമുണ്ട്, കൊളാജൻ എന്ന് പറഞ്ഞ്. പിന്നെ ഒരു ഭാഗമുള്ളതെന്ന് പറഞ്ഞ് മിനറൽസ് എന്ന് പറഞ്ഞ് ഇത് ഫോസ്ഫറസ്, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ ചേർന്ന ഒരു മിശ്രിതമാണ്. അതിലേറ്റവും കൂടുതലുള്ളത് കാൽഷ്യം എന്ന് പറഞ്ഞ എലമെൻ്റാണ്. ഇത് നാലൂടെ ചേർന്ന് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു മിശ്രിതം ഉണ്ടായി ഈ കൊളാജൻ്റെ ഇടയ്ക്ക് നിറച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ട് തന്നെയാണത്. കെട്ടിടങ്ങൾക്ക് വാർത്ത് എടുക്കുന്ന മട്ടിൽ തന്നെ നമ്മൾ കമ്പി ഇടുന്നതിന് പകരം കൊളാജൻ ഇടുന്നു. അതിനുശേഷം ഗ്രൗട്ട് അഥവാ ചാന്തിടുന്നതിന് പകരം നമ്മൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പിറ്റേറ്റ് വന്ന് നിറയുന്നു. ഇതിനിടയ്ക്ക് തന്നെ 3 തരം സെല്ലുകളുമുണ്ട്. ഇതിനകത്തിൽ ഓസ്റ്റിയോപൊറോസിൽ അഥവാ ഈ ബോൺ തിന്ന് ചെയ്യുന്നതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊളാജനും സെല്ലുകളും നോർമലായിരിക്കും. പക്ഷേ ഈ മിനറലിൻ്റെ അംശം കുറഞ്ഞു വരുന്നു. മിനറൽ എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പിറ്റേറ്റിൽ അത് പ്രധാനമായും കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു.
അതോടുകൂടി കാൽഷ്യത്തിൽ ഇപ്പോൾ നമ്മുടെ കെട്ടിടങ്ങളുടെ വാർക്കയ്ക്ക് സിമെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബലക്ഷയം ഉണ്ടാകും. അതേപോലെ തന്നെ കാൽഷ്യവും ഫോസ്ഫറസും കുറയുന്നതോടുകൂടി എല്ലിന് ബലവും കുറയുകയാണ്. അപ്പോൾ അത് ഒടിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ അഡൽട്സിലുണ്ടാവുന്ന ഈ ബലക്ഷയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഈ കുട്ടികളിൽ ചിലരിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് കാണാറുണ്ടോ? അതും ഇതും റിലേറ്റഡ് ആണോ? അതും ഇതും റിലേറ്റഡ് അല്ല. അതിന് സംഭവിക്കുന്ന ഒരേ കാര്യം തന്നെയാണ്, സംഭവിക്കുന്നത് ഒടിവ് തന്നെയാണ്. പക്ഷേ കുട്ടികളിലുണ്ടാകുന്നത് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മിനറൽ കണ്ടൻറ്റ് കുറയുന്നതാണ്, കാൽഷ്യം കണ്ടൻറ്റ് കുറയുന്നതാണ്. ഇവിടെ പറ്റുന്ന കുട്ടികൾക്ക് പറ്റുന്ന ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റയിൽ പറ്റുന്നത് ഇവരുടെ കൊളാജൻ ഡിഫക്റ്റീവാണ്. കൊളാജൻ ഡിഫക്റ്റീവാണ്, പക്ഷേ അവരുടെ മിനറൽസ് എല്ലാം നോർമലാണ്. അതുകൊണ്ട് തന്നെ ബലക്ഷയം ഉണ്ടാകുന്നു. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഓസ്റ്റിയോപോറോസിസ് പലപ്പോഴും സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? കാരണം മിക്കവാറും ഈ ഒടിവ് വരുമ്പോൾ മാത്രമേ ആൾക്കാർ അറിയാറുള്ളൂ ഓസ്റ്റിയോപോറോസിസ് ഉണ്ട് എന്നുള്ളത്. എന്തെങ്കിലും സിംറ്റംസ് ആയിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ളൊരു ഇതുണ്ടോ? നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ ഇതിന് തിരിച്ചു പോകണം. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു വിമുഖത ഇത് ടെസ്റ്റ് ചെയ്യാനുള്ളത്? പലപ്പോഴും ഇതിന് സിംറ്റംസ് കാണാറില്ല. നിർഭാഗ്യവശാൽ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും ഒടിവുകളുമായി വരുന്ന സന്ദർഭത്തിലാണ്. ചില പ്രത്യേക തരത്തിലുള്ള ഒടിവുകളുണ്ട്. നമുക്ക് ഓസ്റ്റിയോപോറോസിസ് ആണോ എന്ന് സംശയിക്കത്തക്കവണ്ണമുള്ള ഒടിവുകളാണത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുപ്പിലെ സന്ധി, ഹിപ്പ് ബോണിന്, അല്ലെങ്കിൽ കൈകുഴകളിലെ റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അടുത്തുള്ള ഫ്രാക്ചർ, അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ബോണ് നട്ടലിൻ്റെ ഭാഗത്തുള്ള കശേരിക്കളുടെ ഫ്രാക്ചറുകൾ, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ബോണുകളുടെ ഫ്രാക്ചർ, ഇതൊക്കെയാണ് പെർട്ടിക്കുലർലി ഒരു ഓസ്റ്റിയോപോറോസിസ് ഫ്രാക്ചർ എന്ന് നമുക്ക് പറയാൻ ഒക്കുന്നത്. കാരണം ഓസ്റ്റിയോപോറോസിസ് ഈ ജോയിൻസിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതെ, അവിടുത്തെ ബോണുകളിൽ നിന്നാണ് ഇങ്ങനത്തെ മിനറൽ കണ്ടന്റ് പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രത്യേക ശരീരഭാഗങ്ങളിൽ ഇതുണ്ടാകാൻ സാധ്യത. പക്ഷേ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാകാം. അപ്പം ഡോക്ടർ പറഞ്ഞു സിംറ്റംസ് ഒന്നും, അതായത് പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടും ഈ ഓസ്റ്റിയോപോറോസിസ് കൊണ്ട് ഉണ്ടാവാത്തത് കൊണ്ട് അത് അറിയാറും ഇല്ല. അങ്ങനെ പൂർണ്ണമായിട്ട് പറയാനൊക്കെ ഇല്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ടോക്കിന് പോകുന്നതാണ്, ഓസ്റ്റിയോപോറോസിസ് ടോക്കിന് പോകുന്നതാണ്, ആൾക്കാരുടെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഓസ്റ്റിയോപോറോസിസ് കണ്ടിട്ടുണ്ടോ എന്ന്. എല്ലാവരുടെയും ഉത്തരം ഇല്ല എന്നാണ്. പക്ഷേ ടോക്ക് കഴിയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. നമ്മൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അമ്മമാരെയൊക്കെ അല്ലെ അപ്പന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ചെറിയ കൂന് മുമ്പോട്ട് സ്റ്റൂപ്പ് ചെയ്ത് ഒരു ചെറിയ കൂനുണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 70-75 വയസ്സ് കഴിയുമ്പോൾ അതിൽ പറ്റുന്നത് നട്ടലിലെ കശേരിക്കളുടെ ഈ ബലക്ഷയം കൊണ്ട് കശേരിക്കൾ അമങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുൻഭാഗമാണ് അമങ്ങുന്നത്, പുറകു ഭാഗം നേരെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് മുൻപോട്ടൊരു സ്റ്റൂപ്പിംഗ് ഉണ്ടാകും. അതിനെയാണ് ഈ കൂനായിട്ട് നമ്മൾ കാണുന്നത്. അത് വളരെ വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ചെറിയ കൂനാണ്. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും അത് നോട്ടീസ് ചെയ്യാതെ വരും, പ്രത്യേകിച്ച് ഈ ശരീരത്തിന് വേദന ഇല്ലാതൊക്കെ ആകുമ്പോൾ. ചില ആൾക്കാർക്കുണ്ട് വേദന വരും, പുറം വേദന, മുട്ടുവേദന ഒക്കെ വരും. അങ്ങനെയുള്ളവർ ആണ് വന്ന് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. ഒരു സിംറ്റം ഇല്ലാത്തവർക്ക് നമുക്ക് അറിയാൻ ഒക്കത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്ക്രീനിങ് ആണ് ഏറ്റവും ബെസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഏക മാർഗം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീനിങ് മൊഡാലിറ്റീസ്? ഇത് സ്ക്രീനിങ്ങിനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു നാട്ടിലെ എല്ലാ ആൾക്കാരെയും പിടിച്ച് സ്ക്രീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് സ്ക്രീൻ ചെയ്യാനൊക്കുന്നത് എന്തെങ്കിലും പ്രത്യേക അസുഖം ഉള്ളത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് 2 തരത്തിലുള്ള ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് പ്രൈമറി ഓസ്റ്റിയോപോറോസിസ്, അതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു കാരണങ്ങളൊന്നുമില്ല, പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന, അതായത് ശരീരഭാഗത്ത് നര ഉണ്ടാകുന്ന, നമ്മുടെ മുടിക്ക് നര ഉണ്ടാകുന്നതിന് തുല്യമായിട്ട് എല്ലിന് ബലക്ഷയം ഉണ്ടാകുന്നത്, അത് പ്രായമാകുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട്, മറ്റെന്തെങ്കിലും അസുഖങ്ങളുമുണ്ട്. അതായത് പ്രമേഹം, അല്ലെങ്കിൽ നമ്മുടെ കരളിലെ പ്രശ്നങ്ങൾ, ഉദരത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാം. അതിനെ സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് നമ്മൾ എപ്പോഴും സ്ക്രീൻ ചെയ്യാറുണ്ട്. ഇതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നോ എന്നുള്ളത് അവർക്ക് റുട്ടീനായിട്ട് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അതൊരു അത്യാവശ്യമായിട്ട് വേണ്ടിയതാണ്. മറ്റുള്ള ആൾക്കാർക്ക്
പ്രായം കൂടുന്നതനുസരിച്ച് എന്തെങ്കിലും സിംറ്റംസുമായിട്ട് വരുന്നവർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് നടുവേദന, അല്ല ഞാൻ മുമ്പേ പറഞ്ഞൊരു കൂന് കൂടി വരുന്നു, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പിന്നെ നേരത്തെ തന്നെ ഇപ്പോൾ ആർത്തവം നിലച്ചിരിക്കുന്നു, അങ്ങനത്തെ സ്ത്രീകൾ, ഒരു 42 വയസ്സിന് മുമ്പ് ആർത്തവം നിലച്ചിരിക്കുന്ന സ്ത്രീകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഹിസ്റ്ററി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചെയ്യുന്നത് ഒരു ഫ്രാക്ചർ വന്നിട്ട് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം എനിക്കൊന്നും ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്ത് അവയർനെസ് ഉള്ളത് കൊണ്ട് മിക്കപ്പോഴും കാണാറുണ്ട്, ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പിന് മിക്കവാറും വരാറുണ്ട്. പക്ഷെ ആ ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ഇതിൽ ആരും ഓസ്റ്റിയോപൊറോസിസിനുള്ള സ്ക്രീനിങ് മീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മിക്കപ്പോഴും കാണാറുള്ളത് കൊളസ്ട്രോൾ ലെവൽ നോക്കുക, ECG നോക്കുക, ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ മാത്രം. അപ്പം ഏത് ഏജിന് മേലുള്ളവരാണ് നമ്മളിപ്പം ഒരു പേഷ്യൻ്റ് വന്ന ഡോക്ടറെ അവർക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പം ഓസ്റ്റിയോപൊറോസിനുള്ള സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യേണ്ടത്? നമ്മൾ ഇനിയും പ്രൈമറി ഓസ്റ്റിയോപൊറോസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക്, അതും 70 വയസ്സിന് ശേഷം മേൽപ്രായമുള്ള പുരുഷന്മാർക്കും റുട്ടീനായിട്ട് ഈ ഇതുപോലത്തെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിനുള്ള ഇപ്പോഴുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു നമ്മൾ സാധാരണ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന മറ്റുള്ള ഒരു ടെസ്റ്റ് അല്ല ഇത്. ഇതിൽ കുറച്ച് റേഡിയേഷൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രമേ സ്ക്രീൻ ചെയ്യുള്ളൂ. അതിനെ സെലക്റ്റീവ് സ്ക്രീനിങ് എന്ന് പറയും, മാസ് സ്ക്രീനിങ് അല്ലാതെ. ഓക്കെ. അപ്പം ഇപ്പം ഡോക്ടർ സ്ക്രീനിങ് മെത്തേഡ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെയുള്ള സ്ക്രീനിങ് മോഡാലിറ്റീസ് എന്നുള്ളത്? സ്ക്രീനിങ് ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു നോക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇതുണ്ടാകുന്നതെന്നറിയാൻ. അല്ലാതെ നോക്കുന്നത് നമ്മൾ നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം ലെവല്, ഫോസ്ഫറസ് ലെവല്, പിന്നെ ഒരു എല്ലിൻ്റെ ഒരു എൻസൈമുണ്ട്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞു. ഇത് 3 കാര്യങ്ങളും നമ്മൾ അത്യാവശ്യമായി ബ്ലഡ് ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. പിന്നെയുള്ളത് ഒരു എക്സ്റേ എടുക്കുന്നത് എപ്പോഴും എന്തെങ്കിലും പ്രശ്നമായിട്ട് വരികയാണ്. നടുവേദന ഉണ്ടെങ്കിൽ നടുവിൻ്റെ എക്സ്റേയിലുള്ള ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനൊക്കില്ല. ഓസ്റ്റിയോപൊറോസ് ഉണ്ടോ എന്നുള്ളൊരു സൂചന ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, അല്ലാതെ നമുക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാനൊക്കില്ല. ഡെഫിനറ്റായിട്ട് ഇത് ഓസ്റ്റിയോപൊറോസ് ആണ് എന്ന് പറയാനൊക്കില്ല. അതിന് നമുക്ക് സഹായിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സ്കാനുണ്ട്. സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള എക്സ്റേ ആണ്. ഡെക്സ സ്കാൻ എന്നാണ് അതിന് പറയുന്നത്. ഡെക്സ സ്കാൻ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എനർജി എക്സ്റേ അബ്സോർഷ്യോമെട്രി എന്ന് പറയും. അപ്പം ഈ എക്സ്റേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് റേഡിയേഷനെ കുറിച്ച് ഭയങ്കര പേടിയാണ്. ബിക്കോസ് ഇപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി നമ്മൾ മാമോഗ്രഫി റെക്കമെൻഡ് ചെയ്യുമ്പോഴും പേഷ്യൻസ് പറയുന്നത് അത് റേഡിയേഷൻ എക്സ്പോഷർ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകില്ല എന്നുള്ളത്. അതുപോലെ ഈ ഡെക്സ സ്കാനിനും എന്തെങ്കിലും റേഡിയേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ? ഉണ്ട്. ഡെക്സ സ്കാന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവരെയും പിടിച്ച് സ്ക്രീൻ ചെയ്യുന്നതിനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനെ അവഗണിച്ച് പോലും നമുക്ക് ഒരു ഡെക്സ സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഗെയിനാണ് അവിടെ കൂടുതൽ, അതുകൊണ്ട് ഉള്ള ലാഭമാണ് നഷ്ടത്തേക്കാൾ കൂടുതലുള്ളത്. ഇതിനകത്തിൽ എപ്പോഴും കുറച്ച് റേഡിയേഷൻ ഇൻവോൾവ് ആണ്. റേഡിയേഷൻ, അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡെക്സ സ്കാൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന റേഡിയേഷൻ ഉള്ള എമൗണ്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് മുംബൈ വരെ വിമാനത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഉടനെ കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ അതിന് ഇക്വലൻ്റാണ്. നമ്മൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ റോഡിൽ കൂടെ പോകുന്നു, മൊബൈൽ ഉപയോഗിക്കുന്നു, വീട്ടിൽ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നു, TV റിമോട്ട് ഉപയോഗിക്കുന്നു, ഇതിലെല്ലാം റേഡിയേഷനാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഒരു കഴിഞ്ഞ 10-15 വർഷം ഉള്ളതിലേക്കാൾ വളരെ 10 മടങ്ങ് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പം ഡോക്ടർ പറഞ്ഞു ഒരു 50 ഇയേഴ്സിന് മേലെ സ്ക്രീനിങ്. അപ്പം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, ഇപ്പോൾ ഒരു 50 ഇയേഴ്സിൽ ഒരിക്കൽ ഈ ഡെക്സ സ്കാൻ ചെയ്തു, അന്ന് ഓസ്റ്റിയോപൊറോസിസ് കണ്ടില്ല, അല്ലെങ്കിൽ വളരെ മൈൽഡ് ഫോം ആയിട്ടോ അങ്ങനെ ഉണ്ട്, അപ്പം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ചെയ്യേണ്ടി വരാറുണ്ട്? അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളെന്ന് നമുക്ക് പറയാനൊക്കില്ല. ഇപ്പോൾ ഒരിക്കൽ നമ്മൾ സ്കാൻ ചെയ്യുന്നതിനെ ഓസ്റ്റിയോപൊറോസിസ് ആണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ചികിത്സ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ചികിത്സ കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയമെടുക്കും ബോൺ ബിൽഡപ്പ് ചെയ്യാൻ. അപ്പോൾ ഒരു 2 വർഷമെങ്കിലും കഴിയാതെ ഇത് സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഓസ്റ്റിയോപൊറോസിസ് സ്കാനിൽ നോർമലായിരുന്നു എങ്കിൽ
പിന്നെ കുറേ വർഷങ്ങളിലേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 5-10 വർഷങ്ങളിലേക്ക് അറ്റ്ലീസ്റ്റ്. ഇതിനിടയ്ക്ക് ഓസ്റ്റിയോപീനിയ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. ഓസ്റ്റിയോപൊറോസിൻ്റെ അത്രമേൽ ബോണിന് ലോസ് ഉണ്ടായിട്ടില്ല, പക്ഷേ നോർമലും അല്ല. ഇത് നമ്മൾ നോക്കുന്ന ഒരു സ്കോറുണ്ട്, ടി സ്കോർ എന്ന് പറഞ്ഞ ഒരു സ്കോറുണ്ട്. അത് വെച്ചാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അതാണ് ലോകത്ത് എല്ലായിടത്തും ഓസ്റ്റിയോപൊറോസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കോർ. അത് സാധാരണ ഒരു 30 വയസ്സുള്ള ആരോഗ്യവാനായ ഒരാളിന് ഉണ്ടാകേണ്ട ബോണിൻ്റെ അളവും ഇപ്പോൾ നമുക്കുള്ള അളവും തമ്മിലുള്ള താരതമ്യപ്പെടുത്തിയ ഒരു സ്കോറിനെയാണ് ടി സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടി സ്കോർ -2.5 കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ചെറിയൊരു സ്ഥിതിവിവര കണക്കാണ് അതിൽ വരുന്നത്. -2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഓസ്റ്റിയോപൊറോസ് ആണ്. -1നും -2.5നും ഇടയ്ക്കാണെങ്കിൽ അതിനെയാണ് ഓസ്റ്റിയോപീനിയ എന്ന ഒരു അവസ്ഥാഭേദമുള്ളത്. അവർക്ക് ഏത് സമയം വേണമെങ്കിലും ഇതുണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അവരെയാണ് പിന്നീട് രണ്ടാമത് സ്ക്രീൻ ചെയ്യേണ്ടത്, ഡെക്സ സ്കാൻ ചെയ്യേണ്ടത്. അത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടി വരും. ഓസ്റ്റിയോപൊറോസിസ് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യും? അതായത് ഇപ്പം ലൈഫ് സ്റ്റൈൽ, എല്ലാ അസുഖത്തിൻ്റെയും തുടക്കം ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളാണല്ലോ. അപ്പം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് എക്സസൈസിന് എന്തെങ്കിലും റോളുണ്ടോ? ഡെഫിനറ്റായിട്ടുണ്ട്. ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡെഫിനറ്റായിട്ട് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നല്ലോ എന്ന് തന്നെ നമുക്കറിയാം. കാരണം പണ്ട് നമ്മുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ 55-60 വയസ്സായിരുന്നു. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ആൾ മരിച്ചിരിക്കും. ഇപ്പോൾ കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ 74 വയസ്സാണ്. ഇന്ത്യൻ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ 64 ഓർക്കണം. അപ്പോൾ 10 വർഷം മുമ്പോട്ടാണ് നമ്മൾ. അത് വികസിത രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യത്തക്കാനുള്ളതാണ്. ഇംഗ്ലണ്ടിലാണെങ്കിൽ അത് 80 വയസ്സും അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അത് 77 വയസ്സുമാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 50 വയസ്സിൽ ഒരാൾക്ക് ഓസ്റ്റിയോപൊറോസിസ് പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും 25 വർഷത്തോളം ജീവിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ ഫ്രാക്ചറുകളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ആൾക്കാരെന്താ ചെയ്യുന്നത്? റിട്ടയർമെൻറ്റ് സമയത്ത് ജീവിക്കാൻ വേണ്ടി പണം ബാങ്കിലിട്ടിരിക്കും. അതേപോലെ ഒരു ബാങ്കിങ് കൺസെപ്റ്റാണ് ഇതിനുമുള്ളത്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ചെറുപ്പമായിരിക്കുമ്പോൾ കൂടുതൽ ബോൺ ഉണ്ടാക്കുക. അത് നമുക്ക് മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ. ബോൺ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. എക്സസൈസ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം 30 വയസ്സ് വരെയാണ് നമുക്ക് ബോൺ ബിൽഡപ്പ് ചെയ്യാൻ ഒക്കുന്ന പ്രായം. സ്ത്രീകൾക്കാണെങ്കിൽ അത് 28 വയസ്സ് വരെ, പുരുഷന്മാർക്ക് 32 വയസ്സ് വരെയാണ് ബോൺ ബിൽഡപ്പ് ചെയ്യുന്ന സമയം. അതിനുശേഷം നമുക്ക് ബിൽഡപ്പ് ചെയ്യാനൊക്കില്ല, ഉള്ളത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ളൂ. ഒരു 45-50 വയസ്സാകുമ്പോഴത്തേക്ക് ആ ബോൺ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങുകയാണ്, അതിലെ മിനറൽസ്. അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക്, അതായത് 50 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബോൺ, നല്ല രീതിയിലുള്ള ബോൺ വേണമെന്നുണ്ടെങ്കിൽ 30 വയസ്സിന് മുമ്പ് നമ്മൾ എക്സസൈസ് ചെയ്ത് ബോണിൻ്റെ അളവ് കൂട്ടിയെടുക്കണം. എക്സസൈസ് മാത്രം പോരാ, കാൽഷ്യം, വൈറ്റമിൻ ഡിയും വേണം. നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും എക്സസൈസ് ചെയ്യാറില്ല. ഇപ്പോൾ ഓഫീസിൽ പല കാരണങ്ങളുണ്ട്. ജീവിത തിരക്കുണ്ട്, മറ്റു പല ഇഷ്യൂസുണ്ട്. നമ്മുടെ വാഹന സൗകര്യങ്ങൾ കൂടി നമ്മൾ നടന്നു പോകാറില്ല. ഇപ്പോൾ വാഹനത്തിൽ കയറി നേരെ ഓഫീസിലിറങ്ങി തിരിച്ചതേപോലെ വരുന്നു. പലരും ഇപ്പോൾ എയർ കണ്ടീഷനിങ് ഒക്കെ ഉപയോഗിച്ച് പിന്നെ വെയിൽ കൊള്ളാതെ ആയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി നാച്ചുറലായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടി. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ സോഴ്സ് നമ്മുടെ നേച്ചർ തന്നെയാണ്. വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. വെയിലിലുള്ള ഒരു UV ലൈറ്റ്, അൾട്രാവയലറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു രശ്മികൾ വന്നിട്ട് നമ്മുടെ തൊലിക്ക് അടിയിലുള്ള വൈറ്റമിൻ ഡിയുടെ ഒരു പ്രിക്കേഴ്സർ ഉണ്ട്, 7D ഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ്. അതിൽ പ്രവർത്തിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ആയിട്ട് അത് മാറുന്നത്. അത് നാച്ചുറലായിട്ട് നമുക്കുള്ളതാണ്. പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം. ഇംഗ്ലണ്ടിലൊക്കെ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാനൊക്കുന്നതാണ്. അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ
പിന്നെ ഡ്രസ്സൊക്കെ ഏറ്റവും മിനിമം ഡ്രസ്സിൽ അവർ സണ്ണുള്ളപ്പോൾ അവർക്ക് ഭയങ്കര ആഹ്ലാദമാണ്. അവരവിടെ പോയി സൺ ബാത്തിങ് ചെയ്യും. കാരണം അവർക്കത് അത്യാവശ്യമാണ്. നമുക്കിവിടെ ഇത്രയും സണ്ണുണ്ടായിട്ടും നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്ത് ചൂട് എന്ന് പറഞ്ഞ് നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി ഇത് സപ്ലിമെൻ്റ് ചെയ്യുകയാണ് വേണ്ടത്. വൈറ്റമിൻ ഡിക്ക് വേണ്ടി നമ്മൾ അതിന് തക്കവണ്ണമുള്ള ആഹാരം എടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാറി നീക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി വേണം. അപ്പം സാധാരണ നമ്മൾ പറയുന്നത് ഇപ്പം ഈ നമ്മുടെ ഡയറ്റിലൂടെ കാൽഷ്യം കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാലൊരു നല്ലൊരു പ്രോഡക്റ്റാണ് കാൽഷ്യത്തിനെന്ന് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ സാഹചര്യത്തിൽ മിക്കവാറും ആൾക്കാർക്ക് ഈ ഡയറ്റിലൂടെ കറക്റ്റായിട്ടുള്ളൊരു കാൽഷ്യവും വൈറ്റമിൻ ഡിയും കിട്ടാറുണ്ടോ? ഇല്ല. പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്നു പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വെളിയിലിറങ്ങി വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡി അത് കോമ്പൻസേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ധാരാളം ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കഴിച്ചിരുന്നു. അതിൽ നിന്ന് നമുക്ക് കാൽഷ്യം കിട്ടിയിരുന്നു പ്രധാനമായും. ഡോക്ടർ പറഞ്ഞ പോലെ പാല് കാൽഷ്യത്തിനും വൈറ്റമിൻ ഡിക്കും നല്ലൊരു സോഴ്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ എത്ര ആൾക്കാർ പാല് കുടിക്കുന്നുണ്ട് എല്ലാ ദിവസവും? അത് വേണ്ടത്ര നമ്മൾ കുടിക്കുന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ദിവസം വേണ്ട വൈറ്റമിൻ ഡി അത് നമ്മൾ അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ മതി. അതിന് ഇക്വലൻ്റായിട്ട് നമുക്ക് പാലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 12 ഗ്ലാസ് പാലോളം കുടിക്കണം. അത് നമ്മൾ ആരും കുടിക്കുന്നില്ല. അത് പ്രാക്ടിക്കലി പോസിബിളും അല്ല. എത്രയാണ് ഇപ്പോൾ ഡെയിലി റിക്വയർമെൻറ്റ് വൈറ്റമിൻ ഡിയുടെ? ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 200 മുതൽ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ്, അതൊരു യൂണിറ്റിലാണ് പറയുന്നത്, യൂണിറ്റ് വരെയാണ് നമുക്ക് വേണ്ടത്. കാൽഷ്യം നോക്കിക്കഴിഞ്ഞാൽ 750 മില്ലിഗ്രാം മുതൽ 2000 മില്ലിഗ്രാം വരെ പ്രായത്തിനനുസരിച്ച് വേണം. ഇപ്പോൾ ഒരു 50 വയസ്സിന് മേലുള്ള ഒരു വ്യക്തിക്ക് അത് 1500 മില്ലിഗ്രാമെങ്കിലും കൊടുക്കേണ്ടതാണ്. ഇപ്പം പോസ്റ്റ് മെനോപോസിൽ, അതായത് ആർത്തവ വിരാമത്തിന് ശേഷം നമ്മൾ മിക്ക സ്ത്രീകൾക്കും കാൽഷ്യം ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷേ പലരും അത് എടുക്കാറില്ല. കാരണം കാൽഷ്യം കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരും, അങ്ങനത്തെ പല മിഥ്യാധാരണകൾ കൊണ്ടും എടുക്കാറില്ല. അപ്പോൾ ഈ പോസ്റ്റ് മെനോപോസൽ വിമൻ, അതായത് ആർത്തവ വിരാമത്തിന് ശേഷം ഡെഫിനറ്റ്ലി അവർ കാൽഷ്യം സപ്ലിമെൻ്റ് എടുത്തിരിക്കണോ? എടുത്തിരിക്കണം. അത് കാൽഷ്യം മാത്രം പോരാ. കാൽഷ്യം മാത്രം എടുക്കുന്നതുകൊണ്ട് അതൊരിക്കലും അബ്സോർവ് ചെയ്തു വരുന്നില്ല. കാൽഷ്യത്തിന് നമ്മുടെ കുടലിൽ നിന്നും അബ്സോർവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു വസ്തുവാണ് വൈറ്റമിൻ ഡി. അപ്പോൾ കാൽഷ്യവും വൈറ്റമിൻ ഡിയും കൂടെ ഒന്നിച്ചു കൊടുക്കാതെ ഈ അബ്സോർഷൻ നടക്കില്ല. അല്ലെങ്കിൽ ഇത് വെറുതെ പോകത്തേ ഉള്ളൂ, അബ്സോർവ് ചെയ്യാറേ ഇല്ല. അപ്പോൾ രണ്ടും കൂടെയുള്ള കോമ്പിനേഷനാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് സ്റ്റോൺ ഉണ്ടാകുമെന്ന്. മിഥ്യാധാരണയാണത്. സ്റ്റോൺ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ചില രൂപത്തിലുള്ള വൈറ്റമിൻ ഡി ഉപയോഗിക്കേണ്ടി വരും. അത് ചില പ്രത്യേക അസുഖകരമായ സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വൈറ്റമിൻ ഡി ഉപയോഗിക്കുമ്പോൾ അത് കാൽഷ്യത്തിൻ്റെ അളവ് കണ്ടമാനം നമ്മുടെ രക്തത്തിൽ കൂടാൻ സഹായിക്കുകയും അതിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഈ ഓസ്റ്റിയോപോറോസിസ് വരാതിരിക്കാനായിട്ട് നമുക്കിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ വന്നു പോയവർക്ക് ഇനി എന്തായിരിക്കും ചികിത്സാ രീതി? വന്നു പോയവർക്കുള്ള ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ സ്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡെക്സാ സ്കാൻ വന്നിട്ട് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽഷ്യവും വൈറ്റമിൻ ഡിയും എക്സസൈസും അത് മൂന്നും എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നതാണ്. അതുകൂടാതെ നമ്മൾ നേരത്തെ ഒരു ബോണിനെ നശിപ്പിക്കുന്ന സെല്ലെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള സെല്ലുകളെ താൽക്കാലികമായെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കണം. ഇന്ന് വേൾഡ് ഓസ്റ്റിയോപോറോസിസ് ഡേയിൽ ഡോക്ടർക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചിലവില്ലാത്ത ഒരു മാർഗം കൊണ്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് വ്യായാമമാണ്. അത് ചെറുതായിരിക്കുന്ന കുട്ടികളുടെ വ്യായാമം പ്രോത്സാഹിപ്പിക്കുക. നേരത്തെ പറഞ്ഞു ഓർക്കുക, 30 വയസ്സിന് മുമ്പുള്ള വ്യായാമം കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബോൺ ബിൽഡപ്പ് ചെയ്യാൻ ഒക്കുന്നത്. വ്യായാമം ആണ് നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഡോക്ടർ ഇത്രയും സമയം ഈ ജീവൻ രേഖ പരിപാടിക്ക് വേണ്ടി വന്നതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു.